പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാനിൽ നിന്ന് മടങ്ങി. ആത്മാവ് അവൻ മരുഭൂമിയിലേക്ക് നയിക്കപ്പെട്ടു. ഈശോ 40 ദിവസം പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടു. ആ ദിനങ്ങളിൽ ഈശോ ഒന്നും ഭക്ഷിച്ചില്ല. ആ ദിവസങ്ങൾ തികഞ്ഞപ്പോൾ ഈശോയ്ക്ക് വിശന്നു. അപ്പോൾ പിശാച് ഈശോയോട് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലിനോട് അപ്പമാകാൻ കൽപ്പിക്കുക. ഈശോ അവനോട് പറഞ്ഞു, അപ്പം കൊണ്ട് മാത്രമല്ല മനുഷ്യൻ ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. പിന്നെ പിശാച് ഈശോയെ ആനയിച്ച് ഭൂമിയിലെ സകല രാജ്യങ്ങളും ക്ഷണനേരം കൊണ്ട് അവന് കാണിച്ചു കൊടുത്തു. പിശാച് ഈശോയോട് പറഞ്ഞു, ഈ എല്ലാ അധികാരവും അവയുടെ മഹത്വവും നിനക്ക് ഞാൻ നൽകാം. കാരണം ഇതെല്ലാം എനിക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. എനിക്ക് ഇഷ്ടമുള്ളവർക്ക് ഞാൻ ഇത് നൽകുന്നു. നീ എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിന്റേതാകും. ഈശോ മറുപടി പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ നീ ആരാധിക്കണം, അവനെ മാത്രമേ നമിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അനന്തരം പിശാച് ഈശോയെ ജെറുസലേമിലേക്ക് കൊണ്ടുപോയി ദേവാലയ ഗോപുരത്തിന്റെ ശൃംഗത്തിൽ നിർത്തിക്കൊണ്ട് ഈശോയോട് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ഇവിടെ നിന്ന് താഴേക്ക് ചാടുക. നിന്നെ സംരക്ഷിക്കുവാൻ അവൻ ദൂതന്മാരോട് കൽപ്പിക്കുമെന്നും നിന്റെ കാലിൽ കല്ലിൽ തട്ടാതെ അവർ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളുമെന്നും എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ. ഈശോ മറുപടി പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുതേ എന്നും എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പിശാച് എല്ലാ പരീക്ഷകളും അവസാനിപ്പിച്ച് തക്ക സമയം വരെ അവനെ വിട്ടുപോയി. നമ്മള് ഇന്ന് എല്ലാത്തിനും മുതൽ നോമ്പുകാലം ആരംഭിക്കുമ്പോൾ പലർക്കും പലതരത്തിലുള്ള വികാരമാകാം. പ്രത്യേകിച്ച് പലർക്കും തോന്നും ഇതൊരു ബുദ്ധിമുട്ടുള്ള കാലഘട്ടം, പലതും പരിവർത്തിക്കണം. ചിലപ്പോൾ മാംസം ഉപേക്ഷിക്കുന്നു, മദ്യപിക്കുന്നവർ മദ്യം ഉപേക്ഷിക്കുന്നു, പുകവലിക്കുന്നവർ പുകവലി ഉപേക്ഷിക്കുന്നു, അല്ലെങ്കിൽ കൂടുതൽ കുരിശിൻ്റെ വഴിയും മറ്റ് പ്രാർത്ഥനകളും ഒക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ഒരു ദുഃഖത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു വിഷമിക്കേണ്ടതായ ഒരു കാലഘട്ടമായിട്ടല്ല പൗരസ്ത്യ സഭകൾ നോമ്പുകാലത്തെ കാണുക. മറിച്ച് അത് ആനന്ദത്തിന് വേണ്ടിയുള്ള ഒരു ഒരുക്കത്തിൻ്റെയും അല്ലെങ്കിൽ ആനന്ദം അനുഭവിക്കുന്നതുമായ ഒരു കാലഘട്ടമാണ്. ലെൻഡ് എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വാക്കിൻ്റെ ഉറവിടം എന്ന് പറയുന്നത് ഒരു പഴയ ഇംഗ്ലീഷ് വാക്കാണ് ലെൻറ്റൻ എന്നാണ്. അതായത് സ്പ്രിംഗ് ടൈം. നമുക്കറിയാം ഈ വിൻ്ററെല്ലാം കഴിഞ്ഞ് വിൻ്ററിൻ്റെ കാലഘട്ടത്തിൽ ഇലകളെല്ലാം പൊഴിയുന്നു. നമ്മൾ പലരും പറയാറുണ്ട് നമ്മുടെ ബാൽക്കാടുള്ള ചെടികളൊക്കെ നശിച്ചു പോകുന്നു, പക്ഷികളൊക്കെ അവയുടെ ചില കൂടുകളിലേക്ക് ഒതുങ്ങുന്നു, കാരണം മരത്തിൻ്റെ ചില്ലകളെല്ലാം പോയി. പിന്നെ മൃഗങ്ങളൊക്കെ അവയെ ചില ഗുഹകളിലൊക്കെ ഒളിക്കുന്നു, പക്ഷികളൊന്നും പുറമെ വളർന്ന് നടക്കുന്നില്ല, ചില പ്രാണികളൊക്കെ ചിലപ്പം ചത്തുപോകും. അപ്പം അങ്ങനെ ഒരു വല്ലാത്തൊരു കാലഘട്ടമാണ് വിൻ്റർ. എന്നാൽ അത് കഴിഞ്ഞ് വരുന്നതാണ് സ്പ്രിങ്. കാരണം കാലാവസ്ഥ മെച്ചമായി കഴിയുമ്പം ഇലകളെല്ലാം തളിർക്കാൻ തുടങ്ങുന്നു, പക്ഷികൾ പറന്ന് നടക്കാൻ തുടങ്ങുന്നു, മൃഗങ്ങൾ ചാടി നടക്കാൻ തുടങ്ങുന്നു. അങ്ങനെ ഒരു സന്തോഷത്തിൻ്റെ അവസരമാണ്. അതിലൂടെയാണ് നമ്മളും ആ കാലഘട്ടത്തിലാണ് നമ്മൾ ഈസ്റ്റർ ആഘോഷിക്കുക. അപ്പോൾ ഈസ്റ്ററിൻ്റെ ഒരു ഒരുക്കത്തിൻ്റെ ഒരു കാലഘട്ടം, ഒരു വിൻ്ററാണ് ഇത്. നമ്മളിലേക്ക് തന്നെ ഒതുങ്ങിക്കൊണ്ട് നമ്മളെ ഒന്ന് ആത്മശോധന ചെയ്യാൻ വിശദീകരിക്കുവാനുമുള്ള കാലഘട്ടമാണ്. അതിനുള്ള കാലഘട്ടം പൗരസ്ത്യ സഭകളിൽ 50 ദിവസത്തേക്കാണ് തരിക. അപ്പം നമുക്ക് ഒരു വൈരുദ്ധ്യമുള്ളതായിട്ട് തോന്നും. കാരണം കർത്താവ് 40 ദിവസമേ ഉള്ളൂ, ഉപവസിച്ചുള്ളൂ. പിന്നെ എന്തിനാണ് ഈ 40 ദിവസത്തിന് പകരം 50 ദിവസം ആചരിക്കുക? പൗരസ്ത്യ ഈ പാരമ്പര്യത്തിൽ നമുക്ക് 40ഉം 10ഉം 50ആയിട്ടാണ്. അതായത് 40 ദിവസം കർത്താവ് ഉപവസിച്ചതുപോലെ തുടർച്ചയായി 40 ദിവസം ആത്മീയമായി നവീകരിക്കാനായിട്ടുള്ള നോമ്പിൻ്റെ കാലഘട്ടം, കർത്താവിൻ്റെ പരീക്ഷണ കാലഘട്ടം പോലെ തന്നെ. അതിനുശേഷം 10 ദിവസം കർത്താവിൻ്റെ പീഡാസഹനം, കുരിശുമരണം, ഉത്ഥാനം. അങ്ങനെ ആ 40 10 കൂടിയാണ് 50ആയിട്ട് ആചരിക്കുക. 50 ബിബ്ലിക്കൽ ന്യൂമറോളജിയിൽ ഒരു പൂർണ്ണതയുടെ നമ്പറാണ്. അതായത് അതുകൊണ്ടാണല്ലോ ജൂബിലി ആഘോഷിക്കാൻ നിങ്ങൾ പറയുക. അങ്ങനെ നമ്മൾ ഈസ്റ്റർ ആഘോഷിക്കുന്നു. അതിന് മുന്നോടിയായിട്ടുള്ള ഈ 40 10 40 എന്ന് പറയുന്നത് ബിബ്ലിക്കൽ ന്യൂമറോളജിയിൽ അല്ലെങ്കിൽ ബിബ്ലിക്കലായിട്ടുള്ള സംഖ്യാശാസ്ത്രം അനുസരിച്ച് പ്രധാനപ്പെട്ട ഒരു സംഖ്യയാണ്. ബൈബിളിൽ അങ്ങനെ ഓരോ നമ്പറിനും ഒരു പ്രത്യേകമായ അർത്ഥങ്ങൾ കൊടുക്കാറുണ്ട്. 1 എന്ന് പറയുന്നത് ഏകദൈവം, 3 എന്ന് പറയുന്നത് തൃത്വൈക ദൈവം, അല്ലെങ്കിൽ 4 എന്ന് പറയുന്നത് 4 ദിക്കുകൾ അല്ലെങ്കിൽ ലോകത്തെ മുഴുവൻ പ്രതിനിധാനം ചെയ്യുന്നു, 7 എന്ന് പറയുന്നത് 7 ഭൂതാശകൾ, 5 എന്ന് പറയുന്നത് പഞ്ചഗ്രന്ഥി, 15 ഒരു പൂർണ്ണത. അങ്ങനെ ഓരോന്നുമുണ്ട്. അപ്പം അങ്ങനെ വരുന്ന ഒന്നാണ് 40. 40 എന്ന് പറയുമ്പോൾ അതൊരു പശ്ചാത്താപത്തിൻ്റെ, അനുതാപത്തിൻ്റെ, ഒഴുക്കത്തിൻ്റെ, ആത്മീയ ശക്തി പ്രാപിക്കലിൻ്റെ
പരീക്ഷണത്തിന്റെ ഒരു കാലഘട്ടമായിട്ട് ബൈബിളിലെ പല ഘട്ടങ്ങളിലും നമുക്ക് കാണാൻ പറ്റും. ഉദാഹരണമായിട്ട് 40 ദിവസമാണ് മോശ സീനായ് മലയിൽ അവിടെ ഉപവസിച്ചിരുന്നത്. 400 സംവത്സരമാണ് ഇസ്രായേൽ ജനം ഈജിപ്ത് അടിമകളായി കഴിയേണ്ടി വന്നത്. 40 വർഷമാണ് ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ അവരുടെ പാപത്തിന്റെ ഫലമായിട്ട് ഒരുങ്ങുകയും ഒരു തലമുറ 20 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകളെല്ലാം നശിച്ച ശേഷമാണ് പുതിയ തലമുറയാണ് വാഗ്ദത്ത ഭൂമിയിൽ പ്രവേശിക്കുക. ഈശോയെ 40 അടിയാണ് തെറ്റ് ചെയ്യുന്ന ഒരാൾക്ക് യഹൂദ നിയമപ്രകാരം ജഡ്ജിമാർ വിധിക്കുക. അപ്പൊ അങ്ങനെ വിധിക്കുമ്പോൾ പഴയ നിയമത്തിനെ പറ്റി പറയുന്നത് ആദ്യം വരുന്നത് അവർ 40 അടി വടി കൊണ്ട് അടിക്കും. അതിനുശേഷം ഒരു പരിഷ്കാരം കൊണ്ടുവന്നു. അതായത് 40 41 ആയാൽ അടിക്കുന്നവൻ കുറ്റക്കാരനാകും. അതുകൊണ്ട് 39 ആയാലും 40 കൂടുതലാകാൻ പാടില്ല. അവിടെ അവർ ചമ്മട്ടി ഉണ്ടാകും. ഒരു വടിയിൽ 3 ബാർ ഉണ്ടാകും. ആ 3 വെച്ച് ഉള്ള അത് 13 പ്രാവശ്യം അടിച്ചു കഴിയുമ്പോൾ 39 അപ്പൊ അവിടെ നിർത്തും. അങ്ങനെയാണ് ഈശോ ചമ്മട്ടി കൊണ്ട് അടിച്ചത് എന്നാണ് ബൈബിൾ വ്യാഖ്യാതാക്കൾ പറയുക. ഏതായാലും ഈ 40 എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള പ്രത്യേകമായ അർത്ഥമുള്ള ഒന്നാണ്. ഇവിടെ ബൈബിളിൽ പറയുന്നു ഈശോ യോർദാൻ നദിയിൽ വെച്ച് ജ്ഞാനസ്നാനം സ്വീകരിച്ച ശേഷം തന്റെ 3 വർഷത്തിലധികം നിലനിൽക്കുന്ന ഒരു മത്സ്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപായിട്ട് ഒരു ഒരുക്കം നടക്കുകയാണ്. നമുക്കറിയാം, വിവാഹ ജീവിതത്തിന് മുമ്പായിട്ട് പ്രീമാരി കോഴ്സ് നടത്താറുണ്ട്, വൈദികരാകുന്നതിന് മുമ്പ് വർഷങ്ങളോളമുള്ള പരിശീലനം നടത്താറുണ്ട്, സന്യസ്തം നടത്താറുണ്ട്. ഇതെല്ലാം ഒരു ഒരുക്കത്തിന്റെ കാലഘട്ടമാണ്. നിങ്ങൾ ആരെങ്കിലും ഒരു പ്രൊഫഷനിലേക്ക് സ്വീകരിക്കുന്നതിന് മുമ്പായിട്ട് ആ പ്രൊഫഷന് വേണ്ടിയിട്ട് നമ്മൾ പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ പേഴ്സണൽ ഇന്റേൺഷിപ്പ് നടത്താറുണ്ട്. ഇതെല്ലാം ഒരു ഒരുക്കത്തിന്റെ കാലഘട്ടമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈസ്റ്ററിന്റെ അല്ലെങ്കിൽ കർത്താവിന്റെ മരണം, ഉദ്ധാനം, സ്വർഗാരോഹണം, അപ്പൊ ഇതിലേക്കെല്ലാം നമ്മൾ കർത്താവിനോടുകൂടി സഹനത്തിലൂടെ ഉയർപ്പിലൂടെ സ്വർഗത്തിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ജീവിത നവീകരണത്തിന്റെ അവസരമാണ്. ഇനി ഈശോയെ മരുഭൂമിയിലേക്കാണ് നയിക്കുക. മരുഭൂമി എന്ന് പറയുന്നത് ഏകാന്തതയുള്ള ഒരു സ്ഥലമാണ്. അവിടെ മറ്റ് ശല്യങ്ങളൊന്നുമില്ല. കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ മരുഭൂമിയിലാണ് ഇസ്രായേൽ ജനവും പരീക്ഷിക്കപ്പെട്ടത് എന്ന് നമുക്കറിയാം. അങ്ങനെ ആ പരീക്ഷ നടക്കുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരാളെ ജോലിക്ക് എടുക്കുന്നതിന് മുമ്പ് ഇന്റർവ്യൂ നടത്തും, അല്ലെങ്കിൽ പരീക്ഷകൾ ഉണ്ടാകുവാണ് ടെസ്റ്റ് ഉള്ളതുപോലെ, അല്ലെങ്കിൽ ഡോക്ടേഴ്സിനൊക്കെ ടെസ്റ്റ് ഉള്ളതുപോലെ എന്തുമാത്രം ഇവനായി എന്ന് പറയുന്നതിനെ കുറിച്ച് പരീക്ഷിക്കാൻ വേണ്ടിയാണ് ടെസ്റ്റ് നടത്തുക. അപ്പൊ പരിശുദ്ധാത്മാവിനാൽ ആനയിക്കപ്പെട്ട് 40 ദിവസം ഈശോ ഉപവസിക്കുമ്പോൾ ഈശോയ്ക്ക് പിശാചിൽ നിന്ന് പരീക്ഷകൾ ഉണ്ടാകുന്നുണ്ട്. തീർത്ഥജാതി പോകാനായിട്ട് എന്താ ഞാൻ ദൈവമായിട്ട് വന്നു, എന്തിനും ഈ 40 ദിവസം ഞാൻ ഇങ്ങനെ വിഷമിക്കണം, അങ്ങനെയല്ല ഈശോ ചിന്തിക്കുക. മറിച്ച് ഈശോ അത് സ്വീകരിക്കുകയാണ്. മറ്റൊന്ന്, ഈശോ പിതാവായ ദൈവത്തിന്റെ ആ ആത്മീയമായ ഐക്യത്തിലായിരിക്കുമ്പോൾ ഈശോയ്ക്ക് വിശക്കുന്നില്ല. 40 ദിവസം കഴിഞ്ഞപ്പോൾ അവർ വിശന്നു എന്ന് പറയുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് മോശ സീനായ് മലയിൽ അങ്ങ് പാറപ്പുറത്ത് പോയി ദൈവത്തോടൊത്ത് ആയിരിക്കുന്ന സമയത്ത് മോശയ്ക്ക് വിശക്കുന്നില്ല. പക്ഷേ ഇസ്രായേലിനെ വിചാരിക്കുന്നത് 40 ദിവസം ഒരിക്കലും പട്ടിണി കിടക്കാൻ പറ്റത്തില്ല, മരിച്ചതാണ്. അതുകൊണ്ടാണ് അവർ കാലക്കുട്ടിയെ സ്വർണ്ണങ്ങൾ ഉണ്ടാക്കി ആരാധിക്കാനിടയായത്. അപ്പൊ അതുപോലെ കാരണം നമ്മൾ സ്വർഗത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ കുക്ക് ചെയ്യേണ്ട കാര്യമില്ല, ഭക്ഷണം കഴിക്കേണ്ട കാര്യമില്ല. കാരണം ദൈവത്തോടു കൂടി ആയിരിക്കുന്നത് ഒരു പ്രത്യേകമായ അവസ്ഥയിലാണ്. അതിനുശേഷം ഈശോയ്ക്ക് തീവ്രമായി വിശന്നപ്പോൾ ഈശോ നോക്കുമ്പോൾ അവിടെ എല്ലാം കല്ലുകളൊക്കെ കിടപ്പുണ്ട്. കല്ല് കണ്ടാൽ നല്ല ബ്രെഡ് പോലെ ഇരിപ്പുണ്ട്. അപ്പൊ വിശാലി പറയുകയാണ്, അല്ലെങ്കിൽ ഈശോയ്ക്ക് തോന്നുകയാണ്, എനിക്ക് ഒരു വാക്കാൽ ഒരു കുഷ്ഠരോഗിയെ സുഖപ്പെടുത്താൻ പറ്റും, അങ്ങനെ അല്ലെങ്കിൽ ബദിരനെ അല്ലെങ്കിൽ വികലാംഗനെ ഒക്കെ സുഖപ്പെടുത്താനും മനുഷ്യർ ഉയർപ്പിക്കാനും പറ്റില്ല. ലാസർ പുറത്തു വരിക എന്ന് പറയുമ്പോൾ ലാസർ പുറത്തു വന്നു. അപ്പൊ കർത്താവിന്റെ വാക്കുകൾക്ക് ശക്തിയുണ്ട്. എന്റെ ഒരു ആവശ്യത്തിന് ഈ ശക്തി എനിക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള ഒരു ചിന്താഗതി ഉണ്ടാകുന്നു. അപ്പൊ ഇതുപോലെ തന്നെ നമുക്ക് ചില ചിന്തകളൊക്കെ ഉണ്ടാകും. നമ്മള് ചിലപ്പോൾ ജോലി സ്ഥലത്ത് നിന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ അവസരങ്ങൾ കിട്ടുമ്പോൾ കട്ടെടുക്കാനായിട്ടുള്ള ഒരു പ്രവണത, അല്ലെങ്കിൽ ഒരു കള്ളസാക്ഷ്യം പറഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് കിട്ടാവുന്ന ചില നേട്ടങ്ങൾ, ചില മാൽ പ്രാക്ടീസ് പരീക്ഷയിൽ കാണിക്കാനായിട്ട് പിള്ളേർക്കുണ്ടാകുന്ന പ്രലോഭനം, ഇങ്ങനെയൊക്കെയുള്ള പ്രലോഭനങ്ങൾ, എനിക്കിതിനുള്ള അവസരമുണ്ട്, എനിക്കിതിനുള്ള കഴിവുണ്ട്, അതെങ്ങനെയെങ്കിലും ദുരുപയോഗിക്കാനുള്ള പ്രലോഭനം നമുക്കുണ്ടാകും. അതാണ് ഇതിലൂടെ പ്രതീകാത്മകമായി നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം. അപ്പൊ ഈശോ എന്ത് ചെയ്യുന്നു? ഈശോ മനുഷ്യന്റെ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിന്റെ വചനങ്ങളിൽ നിന്ന് വരുന്ന വചനങ്ങൾ കൊണ്ട് കൂടിയാണ്. കാരണം ആ വചനം നമുക്ക് ആത്മീയമായ ശക്തി നൽകും. പ്രലോഭനങ്ങളെ അതിജീവിക്കേണ്ടത് നമ്മൾ ഈ ദൈവ വചനം ഉപയോഗിച്ചുകൊണ്ടാണ്. രണ്ടാമത്തെ പ്രലോഭനമായിട്ട് പറയുക, ഈശോയെ ഒരു മലയുടെ മുകളിലേക്ക് കൊണ്ടുപോയിട്ട് ലോകത്തിന്റെ എല്ലാ വശങ്ങളും കാണിക്കാം. നമുക്കറിയാം, വലിയ മലയുടെ മുകളിൽ ചെന്നാൽ എല്ലാം കാണാൻ പറ്റും. ഇതിന് പിശാച് പറയുകയാണ്, ഇവരുടെ പേരുള്ള അധികാരം കൊണ്ട് എനിക്ക് തന്നിരിക്കുന്നു. അവൻ അങ്ങനെ ഒരു ട്രൈൻ ചെയ്യുന്നതിന് ഭാഗികമായ അർത്ഥമുണ്ട്. കാരണം ആദിമാതാപിതാക്കന്മാർ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ഈ പിശാചിന്റെ ഭരണം ഈ ഭൂമിയിൽ വന്നു. ഈ ലോകത്തിന്റെ അധികാരി
അധികാരി എന്ന് പറയുന്നത് പിശാചായിട്ട് ബൈബിൾ പോലും പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അവൻ പറയുന്നത്, നീ എന്നെ ഇങ്ങനെ ആരാധിച്ചാൽ നീ കൂടുതൽ പണത്തോട് ആർത്തിയുള്ളവനായി മാറാമെങ്കിൽ നിനക്ക് പണം കിട്ടും. അപ്പൊ അങ്ങനെ പണം കിട്ടിക്കഴിഞ്ഞാൽ നാളെ ആയിരിക്കും നിനക്ക് തട്ടുകൾ കിട്ടാൻ പോവുക. അല്ലെങ്കിൽ നിനക്ക് സ്ഥാനമാനങ്ങൾ കിട്ടാൻ വേണ്ടി നീ കുറെ പേരോട് കള്ളവോട്ട് ജയിച്ച് നിനക്ക് ഭാരവാഹിയാകാൻ പറ്റും. അപ്പൊ നിനക്ക് അധികാരം കിട്ടും. അപ്പൊ അതുകൊണ്ട് ഈ ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി കോംപ്രമൈസ് ചെയ്യുക, പണത്തോട്, അധികാരത്തോട്, അല്ലെങ്കിൽ പോപ്പുലാരിറ്റിക്ക് വേണ്ടിയിട്ടും ഒക്കെ പലതരത്തിലുള്ള കള്ളത്തരങ്ങൾ കാണിച്ച് ലോകത്തിന്റെ മനുഷ്യനായി ജീവിക്കാൻ. എന്നാൽ ഈശോ ഈശോ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, ഈ ലോകത്തിന്റെ സ്ഥാനമാനങ്ങൾക്കും അധികാരങ്ങൾക്കും അല്ലെങ്കിൽ സമ്പത്തിനും വേണ്ടി നമ്മൾ പരിശ്രമിക്കുമ്പോൾ അത് ഈ ലോകത്തിലോ വരാനിരിക്കുന്ന ലോകത്തിലോ അനവധി നാശത്തിലേക്കായിരിക്കും അത് നമ്മളെ നയിക്കുക. അതുകൊണ്ട് അങ്ങനെയുള്ള പ്രലോഭനങ്ങളെയും ഈശോ ഉപയോഗിക്കുന്നതാണ്. നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായം 13-ാമത്തെ വാക്യം തിരിച്ചുകൊണ്ടാണ്, നീ നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ സ്നേഹിക്കാവൂ, അവന് മാത്രമേ നീ ശുശ്രൂഷിക്കാവൂ. അപ്പൊ നമ്മുടെ ജീവിതത്തിലെ പ്രവർത്തനങ്ങൾ എന്തിനു വേണ്ടിയാണ്? പണത്തോടുള്ള ആർത്തി കൊണ്ടാണോ അതോ ദൈവത്തോടുള്ള സ്നേഹം കൊണ്ടാണോ? അതേപറ്റിയാണ് ജീവിത പങ്കാളിയോട്, മക്കളോട്, സമൂഹാംഗങ്ങളോട് നമ്മൾ പ്രവർത്തിക്കുന്നത്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ ദേവാലയത്തിന് നമുക്കറിയാം പണ്ടൊക്കെ പള്ളിക്ക് മണിമാളികയുണ്ട്. കാരണം മണി അടിക്കുമ്പോൾ ആളുകൾ സന്ധ്യ നമസ്കാരം ചെല്ലാൻ വേണ്ടി കുർബാനയ്ക്ക് 1-ാം മണി, 2-ാം മണി, 3-ാം മണിയൊക്കെ അടിച്ച് ആളുകളെ, അന്ന് എല്ലാവർക്കും വാച്ചൊന്നുമില്ല, പള്ളിയിലേക്ക് കുർബാനയ്ക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ്. എന്ന് പറയുമ്പോൾ യെരൂശലേം ദേവാലയത്തിന് ഒരു ടവറുണ്ട്. ആ ടവറിന്റെ മുകളിൽ നിന്ന് പുരോഹിതൻ സൂര്യൻ ഉദിക്കുന്ന എപ്പോഴാണ് നോക്കി കുഴലിലൂടെ സ്വരം പുറപ്പെടുവിക്കുമ്പോൾ ആളുകൾ ആ പ്രഭാത പ്രാർത്ഥന ചെയ്തു. സൂര്യാസ്തമയം നോക്കി പ്രാർത്ഥിക്കാനായിട്ട് കുഴൽ ഉയർന്നു. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ഗോപുരത്തിന്റെ ഏറ്റവും ഉച്ചസ്ഥാനത്തേക്ക് എത്തിയിട്ട് താഴെ കിദ്രോൺ വാലി, കിദ്രോൺ താഴ്വര കാണിച്ചിട്ട് പറയുകയാണ്, നീ ഇപ്പം ഇവിടുന്ന് നേരെ അങ്ങോട്ട് താഴെ ചാടിയാൽ അവിടെയെല്ലാം കല്ല് കിടക്കുകയാണ്, അതിലേക്ക് ചാടിയാൽ 450 അടി താഴ്ചയാണ്. അപ്പൊ അത്രയും താഴ്ചയിലേക്ക് നീ ചാടി നിന്റെ ശക്തി ഒന്ന് പ്രകടിപ്പിക്കുക. കാരണം നിന്നെ താങ്ങാനായിട്ട് മാലാഖമാരെ ദൈവം സംരക്ഷിച്ചുകൊള്ളൂ. നീ ദൈവമാണെങ്കിൽ നീ ഇത് ചെയ്യുക, അല്ലെങ്കിൽ നീ ദൈവമല്ല. ഇതുപോലെ തന്നെ നമുക്ക് ചിലപ്പോഴൊക്കെ ചില പരീക്ഷണങ്ങൾ നടത്താനായിട്ട് നമുക്ക് തന്നെ തോന്നും. അതായത് ചില കാര്യങ്ങൾക്ക് ദൈവമേ നീ എന്നെ ഈ പരീക്ഷയ്ക്ക് ജയിപ്പിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ ഈ പ്രൊമോഷൻ എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇനി നിന്റെ കൂടെ ഇല്ല, ഞാൻ നിന്നെ സേവിച്ച് നിനക്ക് വേണ്ടി ഇത്രയെല്ലാം ചെയ്തിട്ടും നീ എന്നെ പിന്നെയും പരാജയപ്പെടുത്തുകയാണ്. അപ്പൊ അങ്ങനെയല്ല നമ്മൾ കാണുന്നത്. അപ്പൊ ഇതുപോലെയുള്ള ഈ പ്രലോഭനങ്ങളാണ് ഈശോ അതിജീവിക്കാനായിട്ട് പറയുക. അപ്പൊ ഈ 50 ദിവസത്തെ നോമ്പാചരണം എന്ന് പറയുന്നത് ദുഃഖാചരണത്തിന്റെ അല്ല, മറിച്ച് ഒരു ജീവിത നവീകരണത്തിന്റെ അവസരമാണ്. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഹാബിറ്റുകളുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് നല്ല ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യാനുള്ള അവസരമാണ്. അതായത് ഒരേ കാര്യം ഒരു മനുഷ്യൻ പല പ്രാവശ്യം ആവർത്തിച്ച് ചെയ്തു കഴിഞ്ഞാൽ അത് അവന്റെ ഹാബിറ്റായി മാറും. പിന്നെ അത് ചെയ്തില്ലെങ്കിൽ ബുദ്ധിമുട്ട് വരും. ഉദാഹരണമായിട്ട് ഒരു കൊച്ച് എല്ലാ ദിവസവും സന്ധ്യാസമയത്ത് പ്രാർത്ഥിച്ചിട്ടേ കിടക്കുള്ളൂ. പക്ഷെ ഒരു ദിവസം ക്ഷീണം കൊണ്ട് കിടന്ന് ഉറങ്ങിപ്പോയി, പെട്ടെന്ന് ചെവിയിലേക്കുണ്ടോ അയ്യോ ഞാൻ പ്രാർത്ഥിച്ചില്ല. എന്റെ കാരണമല്ല, അത് അവന്റെ ഹാബിറ്റായി മാറി. അപ്പൊ അതുപോലെ അനുദിനം ദേവാലയത്തിൽ പങ്കെടുക്കുന്ന ഒരാളിനെ സംബന്ധിച്ച് ഈ 50 ദിവസം അടുപ്പിച്ച് കുർബാനയ്ക്ക് വന്നു കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് പതിവായിട്ട് കുർബാനയ്ക്ക് പോകാൻ തോന്നും. 50 ദിവസം അടുപ്പിച്ച് ഇതുപോലുള്ള സൽകൃത്യങ്ങൾ നമ്മൾ ചെയ്താൽ അതുപോലെ തന്നെ വീണ്ടും ചെയ്യാനായിട്ട് അത് ഹാബിറ്റായി മാറും. എന്നാൽ നേരെ മറിച്ച് പുകവലിക്കാത്ത ഒരുത്തർ അടുപ്പിച്ച് 50 ദിവസം പുകവലിക്കട്ടെ, പിന്നെ അവൻ പുകവലിക്കാതിരിക്കാൻ വരില്ല. മദ്യപിക്കാത്ത ഒരുത്തർ 50 ദിവസം അടുപ്പിച്ച് മദ്യപിക്കട്ടെ, അവൻ പിന്നെ ആൽക്കഹോൾ അഡിക്റ്റായി, അല്ലെങ്കിൽ ഡ്രഗിന്റെ അഡിക്റ്റായി, അല്ലെങ്കിൽ മറ്റു തിന്മകൾ എന്തെല്ലാം ചെയ്യുന്നോ അതിന്റെ എല്ലാം അഡിക്റ്റാവും. നമ്മുടെ നാവിനെ നിയന്ത്രിക്കാൻ, സോഷ്യൽ മീഡിയ നിയന്ത്രിക്കാൻ നമ്മൾ 50 ദിവസം അങ്ങോട്ടൊരു പ്രതിജ്ഞ എടുക്കുകയാണെങ്കിൽ അതിൽ തന്നെ നമ്മുടെ മുഖത്തിലൂടെ നല്ല ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ മോശമായ ഹാബിറ്റിനെ നമുക്ക് ഇല്ലാതാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പങ്കുവയ്ക്കലാണ്. അതായത് നമുക്ക് സന്തോഷം ഉണ്ടാകും, ചില കാര്യങ്ങൾ സമ്മാനം കിട്ടുമ്പോൾ, ലോട്ടറി അടിക്കുമ്പോഴേക്കും, ബിസിനസ്സിൽ ഒരു പ്രൊമോഷൻ കിട്ടുമ്പോൾ താൽക്കാലികമാണ്. എന്നാൽ നമ്മൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുമ്പോൾ ഉണ്ടാകുന്നത് നമുക്ക് ആനന്ദമാണ്. നമുക്കറിയാം, അപ്പോസ്തലന്മാർ കർത്താവിനെ അനുഗമിച്ചു, അതിനുശേഷം പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ശേഷം അവരുടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സുവിശേഷമായിട്ട് പ്രസംഗിക്കാനായിട്ട് പോയി കഴിഞ്ഞപ്പോൾ അവർക്കുണ്ടായത് മുഴുവൻ സഫറിങ്ങാണ്. ചില സമയത്തൊക്കെ ആളുകൾ അവർ അംഗീകരിക്കുന്നുണ്ട്, പക്ഷെ ഒരുപാട് സഫറിങ് അത് അവർക്കുണ്ട്, അവരുടെ പിൻഗാമികൾക്കുണ്ട്, എപ്പോഴും പത്രമാർക്കും വൈദ്യുതിക്കും ഒക്കെ ഇതുപോലുള്ള ചലഞ്ചസ് അനുഭവപ്പെടാറുണ്ട്. പക്ഷെ അതിനുള്ളിൽ ഒരു സംതൃപ്തിയുണ്ട്. കാരണം ഈ സഫറിങ് എല്ലാം താൽക്കാലികമാണ്. എന്നാൽ അതിനേക്കാൾ ആഴമായിട്ടുള്ള
ഒരു ആനന്ദം, ഈ മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം സഹിക്കുന്നത്, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ മാതാപിതാക്കന്മാർ സാക്രിഫൈസ് ചെയ്യും പല കാര്യങ്ങളും. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് സംതൃപ്തിയുണ്ട്. ഇന്നത്തെ കാലത്ത് ചില വലിയ ഭർത്താക്കന്മാർക്ക് മക്കൾ വേണ്ട, കാരണം അതൊരു സഫറിങ്ങാണ്. കല്യാണം വേണ്ട, കാരണം അതൊരു അടിമത്തമാണ്, അല്ലെങ്കിൽ അതൊരു ബന്ധനമാണ് എന്നൊക്കെ ചിന്താഗതി നമ്മുടെ നാട്ടിലും ഇവിടെ ഒക്കെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കർത്താവ് നമ്മളോട് പറയുന്നത് നിങ്ങൾ സഹനം ഏറ്റെടുക്കണം. ഈശോ വന്നത് വളരെ ഈസിയായിട്ട് നമ്മളെ രക്ഷപ്പെടുത്താനല്ല, സഹനത്തിലൂടെ കുരിശുമരണത്തിലൂടെ നമ്മളെ ഉയർപ്പിലേക്ക് നയിക്കാൻ വേണ്ടിയാണ്. അപ്പൊ അതുകൊണ്ട് മറ്റുള്ളവരുമായി സാമ്പത്തികമായി പങ്കുവയ്ക്കാൻ, നമ്മുടെ സമയം പങ്കുവയ്ക്കാൻ, നമ്മുടെ ആരോഗ്യം പങ്കുവയ്ക്കാൻ, അതായത് കുടുംബത്തിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, സമൂഹത്തില് ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്ക് വേണ്ടിയൊക്കെ പങ്കുവയ്ക്കുന്നത് ഒരു ഹാബിറ്റാക്കി ഈ നോമ്പ് കാലത്ത് നമുക്ക് മാറ്റുവാനായിട്ട് സാധിക്കണം. അതുകൊണ്ടാണ് സാമൂഹ്യ ഒന്നാൻ്റെ അടുക്കൽ വന്ന് ആളുകൾ അവർ പറഞ്ഞു, നീ പറയുന്നു ഇതാ സമയമായിരിക്കുന്നു, വൃക്ഷത്തിന്റെ ചുവട്ടിൽ കൊടാൻ വയ്ക്കപ്പെട്ടിരിക്കുന്നു, ഇതാ രക്ഷകൻ വരുന്നു ഒക്കെ. അപ്പൊ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? എന്താണ് അദ്ദേഹം കൊടുത്ത ഉപദേശം? രണ്ടുടുപ്പുള്ളവന്, അവർക്ക് നമുക്കൊക്കെ 30-50 ഒക്കെയാണ് കിടക്കുന്നത്, രണ്ടുടുപ്പുള്ളവൻ ഒന്ന് ഇല്ലാത്തവന് കൊടുക്കട്ടെ. അപ്പം പങ്കുവെക്കലിന്റെ ആ സന്ദേശമാണ് അദ്ദേഹം പറയുക. അത് നമ്മുടെ അനുതാപത്തിന്റെ ഒരു പ്രതീകമാണ് ആ പങ്കുവെക്കല്. അപ്പൊ അതുകൊണ്ട് ഈശോയെ പോലെ നമുക്ക് ജീവിതത്തിൽ പങ്കുവയ്ക്കാൻ താല്പര്യമില്ല, മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം സഹിക്കാൻ ജീവിത പങ്കാളിക്കോ മക്കൾക്കോ വേണ്ടി ത്യാഗം സഹിക്കാൻ തയ്യാറല്ല, പാവപ്പെട്ടവർക്ക് വേണ്ടി പങ്കുവയ്ക്കാൻ തയ്യാറല്ല, അല്ലെങ്കിൽ നമുക്ക് പള്ളിയിൽ പോകാനും പ്രാർത്ഥിക്കാനും താല്പര്യമില്ല, ഇങ്ങനെയൊക്കെയുള്ള അവസരങ്ങളിലൊക്കെ ദൈവവചനത്തിൽ അധിഷ്ഠിതമായി നമുക്ക് കൂടുതൽ ശക്തി സംഭരിക്കാൻ സാധിക്കണം. കാരണം ഈ 3 പ്രലോഭനങ്ങളും ഈശോ പിശാചിനെ അതിജീവിച്ചത് ദൈവവചനത്തിലൂടെയാണ്. അതുകൊണ്ട് ഈ നോമ്പ് കാലത്ത് 3 കാര്യങ്ങളാണ് പറയുക: പ്രാർത്ഥന, ഉപവാസം, പ്രായശ്ചിത്തം. അതായത് നമ്മൾ നോമ്പ് കാലത്തിൻ്റെതായ അരുവിയിൽ കുറേയൊക്കെ ഭൗതികമായ സന്തോഷങ്ങൾ ഒഴിവാക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ പ്രാർത്ഥനയ്ക്ക് കൂടുതൽ സമയം പങ്കെടുക്കുക. അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മളുടെ സമ്പത്തും നമ്മുടെ സമയവും നമ്മുടെ ആരോഗ്യവും കഴിവുകളുമൊക്കെ പങ്കുവയ്ക്കുവാനായിട്ട് സാധിക്കുക. ഇനി അവസാനമായിട്ട് സഭ നിർദ്ദേശിക്കുന്നത് കൊണ്ട് അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ ഇന്ന കാര്യങ്ങൾ ഒഴിവാക്കാം അല്ല. നമ്മുടെ സ്വതന്ത്ര മനസ്സോടുകൂടി സന്മനസ്സോടുകൂടി നമ്മൾ തീരുമാനങ്ങൾ എടുക്കുക. ഈ നോമ്പ് കാലത്ത് ഈ 50 ദിവസം ഞാൻ എന്തെല്ലാം ഉപേക്ഷിക്കും, ഞാൻ എന്തെല്ലാം നന്മകൾ ചെയ്യും, ഞാൻ ആർക്കെല്ലാം എന്തെല്ലാം നന്മകൾ പങ്കുവെക്കൽ നടത്തും എന്ന് നമ്മൾ തീരുമാനിച്ചാൽ നമ്മുടെ ഈ നോമ്പ് കാലം കൂടുതൽ ഫലപ്രദമാകും. അല്ലെങ്കിൽ വെറും ആചാരാനുഷ്ഠാനങ്ങളിൽ മാത്രമായി അത് ഒതുങ്ങി പോകും.